മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കണ്ണൻ നടന്നു തുടങ്ങിയെന്നുള്ള ആ ഒരു സത്യം മഹാലക്ഷ്മിയുടെ വീടിൻ്റെ അടുത്തുള്ള ആ ഒരാൾ വന്ന് പ്രതാപനോട് പറയുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ അത് കേട്ടിട്ട് വിശ്വസിക്കാനേ പറ്റണില്ല. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും കണ്ണൻ നടന്നു തുടങ്ങിയെങ്കിൽ അവൻ്റെ നടത്തം നിർത്തണോടാ. ഒരിക്കലും കണ്ണന് മഹാലക്ഷ്മിയുടെ ഒപ്പം നടക്കാൻ പറ്റരുത്. വീൽ ചെയറിലിരിക്കുന്ന ഒരു ഭർത്താവ് മതി മഹാലക്ഷ്മിക്ക്, അല്ലാതെ മഹാലക്ഷ്മിയുടെ കൈ പിടിച്ച് നടക്കുന്ന ഒരു കണ്ണനെ മഹാലക്ഷ്മിക്ക് ആവശ്യമില്ല എന്ന്. പിന്നീട് നമ്മളുടെ കണ്ണനെ മഹാലക്ഷ്മിനെയാണ് കാണിക്കുന്നത്. കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെ ആ പ്രതാപം കൊന്നു, അയാളെ എനിക്ക് ഒരു രീതിയിൽ ശിക്ഷിക്കാൻ പറ്റിയില്ല, അതിൻ്റെ വിഷമം എനിക്കുണ്ട്. അതിന് പകരമായിട്ട് അയാളുടെ മകള് ആ വേദന മൊത്തം അനുഭവിക്കണം. കരുണ എന്ന് പറയുമ്പം കണ്ണേട്ടൻ എന്താ ഉദ്ദേശിക്കണേന്ന് ചോദിക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം പറയാം, താൻ അതുപോലെ തന്നെ ചെയ്യണം. ഇനി അവളെ ഇങ്ങനെ വെറുതെ വിടരുത്, അവളെ നല്ലൊരു മോളാക്കി എടുക്കണം. തൻ്റെ അമ്മയുടെ തൻ്റെ ഒരു സ്വഭാവം അവൾക്ക് കിട്ടിയിട്ടില്ല. അവളുടെ അച്ഛനും മുത്തശ്ശിയും ചേർന്ന് അവളെ വഷളാക്കി നിർത്തിയേക്കുവാണ്. അതുകൊണ്ട് ഇനി അതിനൊരു മാറ്റം സംഭവിക്കണം. അതുമാത്രമല്ല, ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവൾ തിരിച്ച് അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകാനും പാടില്ല എന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടൻ എന്ത് പറയണോ അതുപോലെ തന്നെ ഞാൻ ചെയ്യാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗേനെയും ഉണ്ണീനെയാണ്. ദുർഗയും ഉണ്ണി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാറ് വരണ ഒച്ച കേൾക്കുന്നുണ്ട്. കാറിൻ്റെ ഒച്ച കേട്ടതും ദുർഗയും ഉണ്ണിയും എഴുന്നേറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളുടെ കരുണയാണെങ്കിൽ മുകളിൽ നിന്ന് കണ്ണനും മഹാലക്ഷ്മിയും വരുന്നത് കാണുന്നുണ്ട്. കരുണയ്ക്കാണെങ്കിൽ ആ കാഴ്ച ഒട്ടും ഇഷ്ടമാവണില്ല. പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും അകത്തേക്ക് കയറി വരുമ്പം ദുർഗേനെയും ഉണ്ണീനെയും കണ്ടിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്, പക്ഷെ നിങ്ങൾക്കത് സന്തോഷമാണോന്ന് അറിയില്ല. എന്തായാലും മഞ്ജു ഒരു സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്, അവൾ വീണ്ടും ഒരമ്മയാവാൻ പോവുകയെന്ന്. അത് കേട്ടതും ഉണ്ണിയാണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കാവുന്നുണ്ട്. ദുർഗയ്ക്കും എന്തോ പോലെ ആവുന്നുണ്ടെങ്കിലും കണ്ണൻ പറയുന്നുണ്ട്, ഇനി ആ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് നിങ്ങൾ നോക്കണ്ട. എന്തായാലും നിങ്ങളുടെ മനസ്സങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങളുടെ മകൾക്കും മരുമകൾക്കും ഇവിടെ വന്ന് നിൽക്കാൻ പോലും പേടിയാണ്. അത് നിങ്ങളുടെ കയ്യിലിരിപ്പിൻ്റെ ഇതുകൊണ്ടാണ്. എന്തായാലും ഇനി ഈ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കിയാൽ അതിൻ്റെ തിരിച്ചടി വലുതായിരിക്കും എന്ന് പറയുമ്പം ഈ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നണ കണ്ണേട്ടാന്ന് പറയുമ്പം അത് ശരിയാ. എന്തായാലും മേഹനയെ കൊണ്ട് കെട്ടിച്ചു കൊടുക്കാനായിരുന്നല്ലോ ഇതിനു മുമ്പ് ആ കുഞ്ഞിനെ നശിപ്പിച്ചത്. ഇനിയിപ്പോൾ അനക്കമില്ലാണ്ട് കിടക്കണേ അവന് മോളെ കെട്ടിച്ചു കൊടുക്കാനൊന്നും അമ്മ തയ്യാറാവൂല എന്ന്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും മാക്സിമം ഇവരെ പരിഹസിച്ചിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അവർ പോയി കഴിഞ്ഞത് ഉണ്ണി പറയുന്നുണ്ട്, അമ്മ കേട്ടില്ലേ, അവൾ വീണ്ടും അമ്മയാവാൻ പോവുകയെന്ന്. ആ സമയം ദുർഗ പറയുന്നുണ്ട്, എന്തെങ്കിലും കാണിക്കട്ടെ, എനിക്കിതൊന്നും അന്വേഷിക്കാൻ നേരമില്ല, ഇനിയിപ്പോൾ ഞാൻ ആ കുഞ്ഞിനെ കളയാനോട്ട് പോകണമില്ല എന്നും പറഞ്ഞ് ദുർഗ അങ്ങോട്ട് പോകുമ്പം ഉണ്ണിക്കാണെങ്കിൽ ആകെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണയാണെങ്കിൽ റെഡിയായി പൊട്ടൊക്കെ വെച്ച് സുന്ദരിയായി എവിടെയോ പോകാനുള്ള തയ്യാറെടുപ്പാണ്. ആ സമയത്ത് മഹാലക്ഷ്മി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആ സുന്ദരിയായി എവിടെ പോവാന്ന് ചോദിക്കുമ്പം എന്തേ നിനക്ക് അറിഞ്ഞിട്ട് എന്നാ കാര്യം എന്ന് ചോദിക്കുമ്പം എനിക്ക് അറിഞ്ഞിട്ട് കാര്യമുണ്ട്, ഇത്രയും നാളും നീ നിനക്ക് തോന്നിയതുപോലെ ഇവിടുന്ന് പോയി, അതുപോലെ ഇനി പോകാൻ പറ്റില്ല, അങ്ങനെ പോയാൽ നീ വിവരം അറിയുമെന്ന് പറയുമ്പം നീ എന്നെ എന്താ ചെയ്യണേന്ന് ചോദിക്കണം. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനാ കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നേ, ആ സത്യം കണ്ണേട്ടനെ അറിയാം, എന്നിട്ടും നിൻ്റെ അച്ഛനെ ജയിലിൽ കയറ്റാതിരിക്കുന്നത് കണ്ണേട്ടൻ്റെ ഒരു മനസ്സിലുവാന്ന് വിചാരിച്ചാൽ മതി. എന്തായാലും നിന്നെ ഇനി വെറുതെ വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. നീ ഞങ്ങൾ പറയണത് അനുസരിച്ചില്ലെങ്കിൽ ഉണ്ണിയുടെ അമ്മയും ഈ സത്യങ്ങൾ അറിയും. പിന്നെ എന്താ സംഭവിക്കണമെന്ന് നിനക്കറിയാലോ. അതുമാത്രമല്ല, നിൻ്റെ അച്ഛൻ ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും തീരും, കേസ് നടത്താൻ തന്നെ നിൻ്റെ അച്ഛൻ്റെ സമ്പത്തൊക്കെ വിറ്റ് തീരുമെന്ന്. അത് കേട്ടതും കരുണയ്ക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ എന്ത് വേണമെന്നാണ് നീ പറയണേന്ന് ചോദിക്കുമ്പം നീ ഇപ്പോൾ അടുക്കളയിലോട്ട് വാ, രാവിലെ എല്ലാവർക്കും ചായ ഇട്ട് കൊടുക്കണം, നീ ഇന്ന് വരെ അടുക്കളയിൽ കയറിയിട്ടില്ലല്ലോ, നീ വാടിയും കൊണ്ടെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് കരുണയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കരുണയ്ക്കാണെങ്കിൽ വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കരുണ അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട്. അടുക്കളയിൽ ചെന്നതും മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നീ നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെയും സമയത്തിന് വെട്ടി വിഴുങ്ങാറില്ലേ, എന്നാൽ അതെങ്ങനെ ഉണ്ടാക്കണേന്നോ അത് എവിടെ ഉണ്ടാക്കണേന്നോ നീ കണ്ടിട്ടുണ്ടോ, നീ ഈ അടുക്കള മൊത്തത്തിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയണം. നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇനി നിനക്കതിൻ്റെ ആവശ്യമുണ്ട്, ഇവിടുത്തെ എല്ലാ ജോലികളും നീ തന്നെ ചെയ്യണം, അതിനെനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയുമ്പം അതിനല്ല ഞാനിവിടെ ഉള്ളത്, ഞാൻ എല്ലാ ജോലികളും നിന്നെ പഠിപ്പിച്ച് തരാം, ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു തരുള്ളൂ, പിന്നീട് അതുപോലെ തന്നെ ചെയ്തോളും. എന്തായാലും ഇന്ന് നമുക്ക് ചായ ഉണ്ടാക്കി തുടങ്ങാം. ചായ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതെല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കണം. ആദ്യം കണ്ണേട്ടന്, പിന്നെ നിൻ്റെ ഭർത്താവിനും ഭർത്താവിൻ്റെ അമ്മയ്ക്കും, പിന്നെ എല്ലാവർക്കും ഉള്ള എല്ലാ ഭക്ഷണവും നീ തന്നെ റെഡിയാക്കണം. അന്നേരം കരുണ പറയുന്നുണ്ട്, അതിനെനിക്ക് ചായ ഉണ്ടാക്കാനൊന്നും അറിയില്ല എന്ന് പറയുമ്പം
ആദ്യം തന്നെ നീ സ്റ്റൗ കത്തിച്ചിട്ട് പാലിരിക്കണു, അതെടുത്ത് പാത്രത്തിലൊഴിച്ച് തേയിലയും പഞ്ചസാരയൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കുക. നിനക്ക് മധുരം കൂടുതൽ വേണമെന്നറിയാം, പക്ഷേ മറ്റുള്ളവർക്ക് പാകത്തിന് മധുരം മതി. അതുകൊണ്ട് അവർക്കുള്ള ചായയിൽ മധുരം ഇട്ട് കൊടുത്തതിന് ശേഷം നിനക്ക് വേണമെങ്കിൽ മധുരം ഇട്ട് കുടിക്കാമെന്നും പറഞ്ഞ് സ്റ്റൗ ഒക്കെ കത്തിക്കാനും പാലൊഴിക്കാനും തേയില ഇടാനും എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മളുടെ കരുണ ചായ ഉണ്ടാക്കി കഴിഞ്ഞതും മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇന്നിപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു തന്നില്ലേ, ഇനി ഇതുപോലെ തന്നെ മുന്നോട്ടങ്ങോട്ട് ചെയ്തോളണം, ഇനി ഒരിക്കൽ കൂടി എന്നെ കൊണ്ട് ഇതൊന്നും പറയിപ്പിക്കരുതെന്ന്. അങ്ങനെ കരുണയാണെങ്കിൽ ആദ്യം തന്നെ കണ്ണന് ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട്. കണ്ണൻ്റെ മുന്നിലേക്ക് ചായ കൊണ്ട് ചെല്ലുമ്പം കണ്ണൻ ചായ ഉണ്ടാക്കാനൊക്കെ പഠിച്ചു എന്ന് വയ്ക്കുമ്പം ലക്ഷ്മി പറഞ്ഞു തന്നു എന്ന് പറയുന്നു. അയാളെല്ലാം പറഞ്ഞു തരും, അതുപോലെ നീ ഇവിടുത്തെ എല്ലാ പണികളും ചെയ്തുകൊണ്ട് ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നാൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ ജയിലിലോട്ട് പോവും. പിന്നെ പറയണ്ടല്ലോ, നിൻ്റെ അച്ഛൻ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും കേസ് നടത്താനായിട്ട് നിൻ്റെ അച്ഛൻ്റെ സമ്പാദ്യമൊക്കെ തീരും. പിന്നെ നിനക്ക് ഇവിടുത്തെ പണി മാത്രമല്ല വേറെ വീടുകളിലെയും എച്ചിൽ പാത്രം കഴുകേണ്ട അവസ്ഥ വരും. അതുമാത്രമല്ല 20 വർഷം മുമ്പ് നടന്ന ആക്സിഡൻറ്റ്, അതിൻ്റെ നഷ്ടപരിഹാരം കോടികൾ എനിക്ക് തരേണ്ടി വരും. അപ്പോൾ തന്നെ നിൻ്റെ അച്ഛൻ്റെ സമ്പാദ്യം എല്ലാം വിറ്റ് പറിക്കാലേ അത് തികയുള്ളൂ. അതുകൊണ്ട് നിനക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കുവാണെങ്കിൽ നിനക്കിവിടെ നിൽക്കാം, ഇല്ലെങ്കിൽ നീ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി പിശയെടുത്ത് ജീവിക്കേണ്ട വരുമെന്ന്. അത് കേട്ടതും കരുണയാണെങ്കിൽ ഞാനിനി ഒന്നിനും പോവില്ല, നിങ്ങൾ പറയുന്നതനുസരിച്ച് നിന്നോളാമെന്നും പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് കരുണയാണെങ്കിൽ ഉണ്ണിക്ക് ചായയായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഉറങ്ങിക്കിടക്കണ ഉണ്ണീനെ എഴുന്നേക്ക് ചായ കുടിക്കുന്നു പറഞ്ഞ് വിളിച്ചെടുപ്പിക്കുമ്പം ഉണ്ണിക്കാണെങ്കിൽ ആ ഒരു കാഴ്ച വിശ്വസിക്കാൻ പറ്റില്ല. എന്താ കരുണ, നീ എന്തിനാ എന്നെ വിളിച്ചതെന്ന് വയ്ക്കുമ്പോൾ ചായ തരാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറയുന്നു. അതെന്താ പതിവില്ലാതെ നീ ചായയും കൊണ്ട് വന്നേക്കണേന്ന് വയ്ക്കുമ്പം അതെന്താ എനിക്ക് ചായ ഉണ്ടാക്കാൻ പാടില്ലേ, ഇനി നീ ഉണ്ടാക്കിയ ചായയാണ് ഇതെന്ന് വയ്ക്കുമ്പോൾ അതെ ഞാൻ ഉണ്ടാക്കിയതാ, ഇത് കുടിക്കാൻ കൊള്ളാമോ എന്ന് ചോദിക്കുമ്പം ഉണ്ടാക്കി തന്നതും പോരാ പിന്നെ കുറ്റം പറയണമെന്നും ചോദിച്ച് കരുണ ദേഷ്യപ്പെട്ടതും ഉണ്ണിയാണ് ഈ ചായ കുടിച്ച് നോക്കിയിട്ട് തരക്കേടില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം കരുണ ചോദിക്കുന്നുണ്ട്, തരക്കേടില്ല എന്നുള്ളൂ, അല്ലാതെ കൊള്ളാമെന്ന് പറയാൻ അറിയില്ല അല്ലേ എന്ന് പറയുമ്പം ശരിക്കും നല്ലതാണല്ലോ, നീ എന്താ ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കണേന്ന് ചോദിക്കുമ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജോലിയൊന്നുമില്ലല്ലോ, എന്തായാലും കണ്ണേട്ടനെ ആശ്രയിച്ചാൽ നമ്മൾ ജീവിക്കണം. അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇവിടെ അടുക്കളയിൽ കയറി ഇവിടുത്തെ ജോലികളൊക്കെ ഞാൻ തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, നീ അങ്ങനെ ജോലിയൊന്നും എടുക്കണ ആളല്ലല്ലോ, ഇതിനു മുമ്പ് നീ ഒരിക്കലും അടുക്കളയിൽ കയറും ഒരു ചായ പോലും ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ലല്ലോ, നിങ്ങളിത് കുടിക്കണമെങ്കിൽ കുടിക്കുക, എനിക്ക് ബാക്കി ജോലികൾ ചെയ്യാനുള്ളതാണ്. നിങ്ങൾക്ക് മാത്രമല്ല ഞാൻ ചായ ഇട്ടത്, കണ്ണേട്ടനും എല്ലാവർക്കും ചായ ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിങ്ങോട്ട് വന്നേന്ന്. അപ്പോൾ ഇനി ബാക്കി ജോലികൾ നീ തന്നെയാണോ ചെയ്യണേന്ന് വയ്ക്കുമ്പം പിന്നെ അല്ലാതെ എന്തായാലും ഇവിടുത്തെ അടുക്കള ജോലികളെല്ലാം ഞാൻ തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചു എന്ന് പറയുമ്പം ഈ ഉണ്ണിക്കാണെങ്കിൽ അതൊന്നും വിശ്വാസമാവണില്ല. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എനിക്കിത് വിശ്വാസമാവണില്ലല്ലോ എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, ഇനി നിങ്ങളെ വിശ്വസിപ്പിക്കാനൊന്നും പറ്റില്ല, എന്തായാലും നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ തക്കതായ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, അല്ലാതെ നീ ഒരിക്കലും ഇതുപോലെ ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, ഇനി നിങ്ങൾ കാരണത്തിൻ്റെ പുറകെ ഒന്നും അന്വേഷിച്ച് നടക്കണ്ട, എന്തായാലും ഞാനിപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ചെയ്യണതെന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുമെന്നും പറഞ്ഞ് കരുണ പോകുന്നുണ്ട്. പിന്നീട് അടുക്കളയിലേക്ക് ചെന്നതും മഹാലക്ഷ്മി ആണെങ്കിൽ ഓരോ കറികൾ ഉണ്ടാക്കാനൊക്കെ പറയുമ്പം കരുണ അതനുസരിച്ച് മഹാലക്ഷ്മിയുടെ നിർദ്ദേശപ്രകാരം ഓരോരോ കറികൾ ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മഹാലക്ഷ്മി കരുണയോട് പറയുന്നുണ്ട്, ഇനി ഇവിടെ ആവശ്യമുള്ള എല്ലാ ഭക്ഷണവും നീ തന്നെ ഉണ്ടാക്കണം, ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു തരുള്ളൂ, പിന്നീട് ഞാൻ പറഞ്ഞു തരുമൊന്നുമില്ല, അതുകൊണ്ട് ശ്രദ്ധിച്ചെല്ലാം മനസ്സിലാക്കിക്കൊള്ളണം. അന്നേരം കരുണ ചോദിക്കുന്നുണ്ട്, എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിനെന്തിനാ എന്നെ ശിക്ഷിക്കണേന്ന് ചോദിക്കുമ്പം നിൻ്റെ അച്ഛൻ ചെയ്തത് നിസ്സാര തെറ്റല്ല, മരിച്ചത് കണ്ണേട്ടൻ്റെ അച്ഛനാ, അതും ഒരു കൊലപാതകം, അതിന് പ്രായശ്ചിത്തമായിട്ട് കണ്ണേട്ടൻ തീരുമാനിച്ചതാണ് ഇത്, അതുകൊണ്ട് നീ ഇത് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ ജയിലിലേക്ക് പോകും, പിന്നെ അറിയാലോ ജയിലിൽ പോണ ആളുടെ സമ്പാദ്യമൊക്കെ ഏത് വഴിക്ക് പോകുമെന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ കരുണയെ ഭീഷണിപ്പെടുത്തിയിട്ട് മഹാലക്ഷ്മി അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് നമ്മളുടെ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ പ്രതാപനോട് വന്നിട്ട് പറയുന്നുണ്ട്, എടാ പ്രതാപ ചതിച്ചടാ, ഇപ്പോൾ ആ മഹാലക്ഷ്മി നമ്മുടെ കുഞ്ഞിനോട് പകരം വീട്ടിക്കൊണ്ടിരിക്കുകയാടാ, അവളെ ഇവിടെ ഇട്ട് കരുണമോൾ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടില്ലേ, കരുണമോൾക്ക് രാവിലെ അപ്പം വേണമെങ്കിൽ അപ്പം, ഇടിയപ്പം വേണമെങ്കിൽ ഇടിയപ്പം, ഇതെല്ലാം അവളെയും കൊണ്ട് ഉണ്ടാക്കിക്കുമായിരുന്നു, അതുപോലെ ഉച്ചയ്ക്ക് കരുണമോൾക്ക് എന്ത് കഴിക്കണമെന്ന് തോന്നണോ അതൊക്കെ അവളെയും കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചുകൊണ്ടേ ഇരുന്നേ, ഇപ്പോൾ അതിനെല്ലാം അവൾ നമ്മളുടെ കുഞ്ഞിനോട് പകരം വീട്ടിക്കൊണ്ടിരിക്കുക, അവൾ ഇപ്പോൾ എല്ലാ പണികളും നമ്മളുടെ മോളെയും കൊണ്ട് ചെയ്യിപ്പിക്കണേ, ഇവിടെ വെച്ച് മഹാലക്ഷ്മി ആയിരുന്നു നമ്മുടെ കുഞ്ഞിൻ്റെ അടിമ, ഇപ്പോൾ മഹാലക്ഷ്മിയുടെ അടിമയായിട്ടാണ് നമ്മുടെ കുഞ്ഞവിടെ ജീവിക്കണേന്ന്. അന്നേരം പ്രതാപം പറയുന്നുണ്ട്, ഇതെന്തൊക്കെയാണ് അമ്മയെ കേൾക്കണേ, അമ്മ സ്വപ്നം കണ്ടതാണെന്ന് നോക്കുമ്പം ഇല്ലടാ ഞാൻ സ്വപ്നം കണ്ടതൊന്നുമല്ല, ഇപ്പോൾ കരുണമോൾ എന്നെ വിളിച്ച് പറഞ്ഞതാണ്, എനിക്കത് വിശ്വാസം വരാഞ്ഞിട്ട് ഞാൻ ദുർഗയെ വിളിച്ച് ചോദിച്ചു, അപ്പോൾ ദുർഗയും പറഞ്ഞു കേട്ടതൊക്കെ സത്യമാണെന്ന്, ഇനി നമ്മൾ എന്ത് ചെയ്യൂടാ, നീ ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ നമ്മളുടെ മോൾ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യാനാ അമ്മേ, നമ്മളുടെ കുഞ്ഞിൻ്റെ വിധി ഇതായി പോയി എന്ന് പറയുമ്പം
പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, നിൻ്റെ ആ ലോറി ഇല്ലടാ, നീ ഒരുപാട് സ്നേഹിച്ച് കൊണ്ടു കിടക്കണ ആ കണ്ണൻ്റെ അച്ഛനെ കൊന്ന ലോറി, അത് കത്തിക്കട. ആ ലോറി കാരണം എൻ്റെ കുഞ്ഞിനിപ്പോൾ ഈ അവസ്ഥ വന്നതെന്നും പറഞ്ഞുകൊണ്ട് പ്രതാപനോട് ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മി കണ്ണൻ്റെ റൂമിലേക്ക് ചെല്ലാണ്. അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്തായി തൻ്റെ അനുജത്തി പാചകമൊക്കെ പഠിച്ചു എന്ന് ചോദിക്കുമ്പം അത് കുറേശ്ശായിട്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ എന്തായാലും എല്ലാം ഉണ്ടാക്കേണ്ട രീതികളൊക്കെ ഞാൻ അവൾക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ പിന്നെ അവൾക്ക് പാചക ബുക്കൊന്നും നോക്കേണ്ട വരില്ല എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, താനല്ലെങ്കിലും ഒരു പാചക ബുക്കല്ലേന്ന്. പിന്നീട് നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്, അവളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നന്നായി കണ്ണേട്ട. എന്തായാലും അവൾ സ്വയം എല്ലാം ചെയ്ത് പഠിക്കട്ടെ. അവളെ അവളുടെ അച്ഛനും മുത്തശ്ശിയും കൂടി വളർത്തി വഷളാക്കി വെച്ചേക്കണേ. നമ്മളായിട്ട് അവളെ നന്നാക്കി എടുക്കണം, എന്നാലേ ശരിയാവുള്ളൂ. ഇനിയിപ്പോൾ ഞാനും അവളെ പേടിപ്പിച്ചിട്ടുണ്ട്. ചായയും കൊണ്ട് വന്ന സമയത്ത് അവളെ ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അവളുടെ അച്ഛൻ ജയിലിൽ പോകുമെന്നും അതോടുകൂടി സമ്പാദ്യം എല്ലാം തീർന്ന് പാപ്പരാകുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൾ ഇവിടുന്ന് ഇട്ടെറിഞ്ഞ് പോകുമെന്നുള്ള പേടിയൊന്നും തനിക്ക് വേണ്ടാന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അല്ലെങ്കിലും അവളിനി പോകുമൊന്നുമില്ല. എന്തായാലും അച്ഛൻ ജയിലിൽ പോയാൽ പിന്നെ അവളുടെ ജീവിതം വഴിമുട്ടുമെന്ന് അവൾക്കറിയാം. ഇനിയിപ്പോൾ നമ്മളങ്ങനെ അധികം പാവമൊന്നും ആവേണ്ട കാര്യമില്ല കണ്ണേട്ട. അവളുടെ അടുത്ത് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം. നമ്മളോട് അവരെങ്ങനെ പെരുമാറണോ അതേ രീതിയിൽ തന്നെ പെരുമാറണം എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അവളെയും കൊണ്ട് ജോലി എടുപ്പിക്കുന്നത് ഇവിടെ അവളുടെ അമ്മായിയമ്മയ്ക്കും ഭർത്താവിനൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരാ ഇഷ്ടക്കുറവ് കാണിക്കണ്ടെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, നമ്മൾ അവരെയൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ശരിയെന്ന് തോന്നണോ അത് തന്നെ നമ്മൾ ചെയ്താൽ മതി. ഇനി അവളെ നിലയ്ക്ക് നിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും സംസാരിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നമ്മളുടെ പ്രതാപൻ്റെ അമ്മയും അടങ്ങിയിരിക്കുമൊന്നുമില്ല. അതുപോലെ തന്നെ ഉണ്ണിക്കും ദുർഗയ്ക്കും ഈ കരുണയുടെ പെരുമാറ്റം കാണുമ്പോൾ നല്ല സംശയം തോന്നുന്ന എപ്പിസോഡാണ് ഈ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.